ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത്യുഷ്ണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കനത്ത ചൂടിൽ കഴിഞ്ഞ 24 മണിക്കൂറിടെ മരിച്ചവരുടെ എണ്ണം 85 എന്നുള്ളതാണ്. ഒരിടത്ത് നോർത്ത് ഈസ്റ്റിലവിടെ മഴയുടെ പ്രളയത്തിൻ്റെ ദുരിതമാണെങ്കിൽ ഉത്തരേന്ത്യയിൽ അവിടെ കൊടും ചൂടാണ്. 100 കടന്നു മരണം എന്നുള്ളതാണ്, ആകെ മരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഡൽഹിയിലൊക്കെ വെള്ളം കിട്ടാൻ വേണ്ടി അലയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ സംപ്രേഷണം ചെയ്യുകയും കാണുകയും ഒക്കെ ചെയ്തു. ഈ ചൂടിന് ഉഷ്ണത്തിന് കുറവുണ്ടോ? വെള്ളത്തിൻ്റെ വിതരണമൊക്കെ സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ സർക്കാരിന്? അടുത്ത 2 ദിവസം കൂടി കടുത്ത ചൂട് തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സംസ്ഥാന ഭരണകൂടങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിഭീകരമായി തോന്നിയത് ഒഡീഷയിൽ നിന്നാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46 പേരാണ് ഒഡീഷയിൽ മാത്രം ഇത്തരത്തിൽ അത്യുഷ്ണം മൂലം മരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ബീഹാറിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടക്കം ഏകദേശം 16 പേർ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. അങ്ങനെ കഴിഞ്ഞ 24 മണിക്കൂറിനെതിരെ ഏകദേശം ഈ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമായി 85 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഉത്തരേന്ത്യയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ അതീവ ചൂട് കൂടാനുള്ള ഒരു സാഹചര്യമുണ്ട്. നിലവിൽ 54 ഡിഗ്രി സെൽഷ്യസ് വരെ നാഗ്പൂരിൽ താപനില എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഡൽഹിയിൽ 52 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുകയും ചെയ്തിട്ടുണ്ട്. രാത്രിയിലും അതീവ ചൂട് രേഖപ്പെടുത്തുന്നു ഈ സംസ്ഥാനങ്ങളിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒഡീഷ, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് അത്യുഷ്ണം ഭയാനകമായി തുടരുകയും ചെയ്യുന്നത്. ഈ മേഖലകളിലൊക്കെ തന്നെ അതിൽ ഏറ്റവും പ്രധാനമായും എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹിയിലാണ് അതിരൂക്ഷമായിട്ടുള്ളത്. അവിടെയൊക്കെ കുടിവെള്ളം അടക്കം കിട്ടാനില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഹരിയാനയിൽ നിന്നാണ് ഡൽഹിയിലേക്ക് കുടിവെള്ളം എത്താറുള്ളത്. പക്ഷേ അവിടെ നിന്ന് ഈ കുടിവെള്ളം നിലച്ചിരിക്കുന്നു. അതിൻ്റെ ഉത്തരവാദി ആം ആദ്മി പാർട്ടിയാണെന്നുള്ള ഒരു ആരോപണം BJP മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ആം ആദ്മി ഇതിനെതിരെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നത് അവിടുത്തെ സർക്കാർ ഭരിക്കുന്നത് BJP ആണ്, അവരാണ് ഇത്തരത്തിൽ ഡൽഹിയിലേക്ക് വെള്ളം എത്തിക്കാതിരിക്കാനുള്ള ഒരു തടസ്സം നിൽക്കുന്നത്, അതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ആം ആദ്മിയും BJPയും തമ്മിലുള്ള വാക്പോര് ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയും ചെയ്യുന്നു. അത്യുഷ്ണത്തിൽ ജനങ്ങൾ വലയുന്ന കാഴ്ച നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പോലും കടുത്ത ഉഷ്ണത്തിൽ വലയുന്നു, പലരും മരണപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും കഴിഞ്ഞ 24 മണിക്കൂറിടെ 85 പേരാണ് മരണപ്പെട്ടത്. ഓക്കെ, ഉത്തരേന്ത്യയിൽ അത്യുഷ്ണമാണ്. ഇപ്പോൾ കണ്ട ദൃശ്യങ്ങളൊക്കെ അത് അല്പം സങ്കടപ്പെടുത്തുന്നതുമാണല്ലോ. എന്താണെങ്കിലും അവിടെ അത്യുഷ്ണം തുടരുന്നു. നോർത്ത് ഈസ്റ്റിലാണെങ്കിൽ അവിടെ വലിയ പ്രളയം, മണിപ്പൂർ വലിയ പ്രളയത്തിൻ്റെ സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു. MG മിഥുനാണ് സമഗ്രമായി ഈ വിഷയങ്ങളെല്ലാം സംസാരിച്ചത്.